എല്ലാവർക്കും നമസ്കാരം. ഇത് കാരാപ്പുഴ ഡാം സൈറ്റിലുള്ള വാച്ച് ടവറാണ് കേട്ടോ. വാച്ച് ടവറിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സ്പൈറലായിട്ടുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ എല്ലാവരും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ലേഡീസ് ഗ്രൂപ്പാണ് കേട്ടോ. റിട്ടയേർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ മന്ത്ലി ഒരു ട്രിപ്പ് പോകാറുണ്ട്. ഞങ്ങളുടെ മീറ്റിംഗ് ഞങ്ങൾ ട്രിപ്പായിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ വയനാട്ടിലേക്കാണ് പോയത്. ഇത് കാരാപ്പുഴ ഡാം സൈറ്റാണ്. ഡാം സൈറ്റിലുള്ള വാച്ച് ടവറാണ് കേട്ടോ. സ്പൈറലായിട്ടുള്ള സ്റ്റെപ്സാണ്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. ഡാം സൈറ്റിലേക്ക് ഇപ്പോൾ ആളുകളെ വിടുന്നില്ല. എന്തോ സെക്യൂരിറ്റി അവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല. അപ്പം മുകളിൽ എത്തിയപ്പോൾ ഉള്ള കാഴ്ച വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. ഇവിടെ ഒരു ജയൻറ്റ് സ്വിങ് ഒക്കെ കാണാം. ആ സ്വിങ്ങിൽ ഇതാ 2-3 പേര് ഇരിക്കുന്നുണ്ട്. അതങ്ങ് വിടുമ്പം ഭയങ്കര കൂക്കിവിളിയും ബഹളമൊക്കെയാണ് കേട്ടോ. പേടിയാവും കാണാൻ. അപ്പോൾ ആ ജയൻറ്റ് വീലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാം. അതുപോലെ മൊത്തം ദൂരെയുള്ള മലനിരകൾ, അതുപോലെ ഡാം, മൊത്തം ജയൻറ്റ് സ്വിങ് കണ്ടില്ലേ, ആടുന്നത് കണ്ടില്ലേ, ഇത്രയും വലിയ സ്വിങ്ങാണ്. അപ്പോൾ ധൈര്യമുള്ളവർക്ക് ഇതൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ ഈ ഡാം സൈറ്റ് ഇത് പൂർണ്ണമായിട്ടും ഒരു എർത്തൻ ഡാമാണ്. കല്ലും മണ്ണും ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഡാമാണ്. വളരെ ചെറിയ ഡാമാണ്. ഇത് ഒരു സപ്പോർട്ടിംഗ് ഡാമാണ്. ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഡാമാണിത്. വളരെ ചെറിയ ഡാമാണ് കേട്ടോ. റിസർവോയറൊക്കെ ബാണാസുര സാഗറിൻ്റെ